അതുകൊണ്ടാ നിന്റെ ഫ്രണ്ട് വിളിക്കുന്നു. കയറി ചെല്ല്. ഹായ് മണിക്കുട്ടി. ചാച്ച, ഈ പ്രാവശ്യം നമുക്കിവിടെ പുൽക്കൂട് ഉണ്ടാക്കിയാലോ? അതിനെന്നാടി, നമുക്ക് ഉണ്ടാക്കിയേക്കാം. ആണെങ്കിൽ അമ്മച്ചി കാണുന്നതിന് മുന്നേ വേഗം കുടിച്ചു. ചാച്ച, വാൽനക്ഷത്രം. ക്രിസ്മസ് വരികയല്ലേ കുഞ്ഞുമോളെ. ഉണ്ണീഷോയെ കാണാൻ പോകുന്ന ആട്ടിടയന്മാർക്കേ വഴി കാണിക്കുന്ന വാൽനക്ഷത്ര. നോക്കണ്ട, ഗ്രീൻ ടീയാ. കൊളസ്ട്രോൾ കുറയ്ക്കണ്ടേ? ഇതിങ്ങനെ പോയാൽ ചിലപ്പോൾ തീരെ കൊളസ്ട്രോൾ ഇല്ലാണ്ട് ഞാൻ തട്ടിപ്പോവും. ഓ, നീ ആ ഗേറ്റും തുറന്നേ. പാസ്വേഡ് എന്നായിരുന്നു? എന്റെ അനിയമ്മ, നീ അതെന്താ ഓർക്കാത്ത? ഓർമ്മയുണ്ട്. പാസ്വേഡ് എത്രയാണ്? ശരിയായിരിക്കണേ. സൗത്ത് നോർത്ത്. ഇന്നലെ തെക്കോട്ടല്ലേ ഓടിയേ, ഇന്ന് വടക്കോട്ടോട്. വടക്കെങ്ങോട്ടാ? അങ്ങോട്ട്. ആഹാ, എനിക്ക് തെക്ക് മതി. അതല്ലേലും എനിക്കറിയായിരുന്നു അങ്ങനെ ചെയ്യുള്ളൂ.
നിക്കാൻ. ഓ, എന്റെ തോർത്ത് വെച്ചേ കളിക്കാതെ. ഇങ്ങോട്ട് വാ. ഇടയ്ക്ക്. സിസിലി ആ തോർത്തിങ്ങെടുത്തേ. ആ ഇപ്പൊ തരാവേ. വെള്ളം മുഴുവൻ കുടിച്ചോണേ. വല്യമ്മച്ചി, ചാച്ചൻ നേരത്തെ പട്ടാളക്കാരനായിരുന്നോ? ആ ചോദ്യരെ എന്നെ കല്യാണം കഴിക്കാൻ വന്നപ്പോഴേ പട്ടാളക്കാരനാവാൻ പോവാന്നാ പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. നീ അങ്ങനെയൊന്നും കളിയാക്കണ്ടാടി. അവന്റെ അപ്പന്റെ നിർബന്ധം കൊണ്ടാ. അല്ല എന്റെ ഈ മോനുണ്ടല്ലോ ഇന്ന് ലെഫ്റ്റനന്റ് കേണലായിട്ടിരിക്കേണ്ട ആളാ. അറിയാമോ? ലെഫ്റ്റനന്റ് കേണൽ. ചാച്ചാ 2-3 പ്രാവശ്യം സോപ്പും തേച്ചോണ്ട് നിക്കല്ലേ. ഓടാ. ആ ഇതെല്ലാം കൊടുത്തു കഴിക്കേ. എനിക്ക് ദോശ ഇഷ്ടമല്ല. ദോശ ഇഷ്ടമല്ല. എന്നാടാ അമ്മച്ചിക്ക് എപ്പോഴും ഈ ദോശയുള്ളൂ. കഴിക്കേ. ഇങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതൊന്നും കണി കാണാൻ കിട്ടുകയില്ല. 8-10 മക്കളെ ഒരു വീട്ടില് ഇതുപോലെ നിർബന്ധിച്ച് കഴിപ്പിക്കാനൊന്നും ആരും മെനക്കെടുകയില്ല. വല്യമ്മച്ചി, പറഞ്ഞു നിൽക്കണമെങ്കിൽ ചാച്ചാ മണ്ണും ചാണകം എന്റെ യൂണിഫോമിൽ പറ്റിക്കലേ. എന്നും മണ്ണും പറ്റിച്ചോണ്ട് ചെന്നിട്ട് പിള്ളേരെ കളിയാക്കുക. ഇരട്ട പേരുണ്ട് എനിക്ക്. അറിയാവോ ചാച്ചന്? നിന്റെ ഒറ്റ പേര് ഫാർമർ എന്നാ. ആരും കുഞ്ഞുമോളെ കളിയാക്കണ്ട. ഫാർമർ എന്ന് പറഞ്ഞ കർഷകനാ. എനിക്കറിയാം. കർഷകനാ. പോലെ പോലെ ഈ മുട്ടയും കൂടി കടയിലേക്ക് വെച്ചേക്ക്. ജോസൂട്ടി ഇതിന്റെങ്കിലും പൈസ ഇന്ന് വൈകുന്നേരം തന്നേക്കണേ. ശരി. മുട്ട പൊട്ടിച്ചില്ലെങ്കിൽ നിനക്ക് തരും. ദേ അമ്മച്ചിയുടെ തലേ കോഴിയുടെ പപ്പ്. അതെങ്ങനെ? നിന്റെ അമ്മ കോഴിക്കോട്ടിലും പശുക്കൂട്ടിലല്ലേ ജീവിക്കുന്നേ? പോയി കുറച്ച് റെസ്റ്റ് എടുക്കടി. ടാറ്റാ ടാറ്റാ അമ്മച്ചി. ഹായ് മമ്മി, സീ യു. ദാണ്ടെ നിന്റെ മേത്ത് ചെളി. നീയും ഫാർമറായി. ചാച്ചാ ചേട്ടായോടൊന്നും ഉണ്ടായിക്കാൻ പറ്റുമോ? ഉണ്ടായിരടാ. എപ്പോഴും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. കളിയാക്കല് കൊച്ചിനെ. അതെ ചാച്ചാ, എന്നെയും കളിയാക്കും. ആണോ? ദേ ചാച്ചാ, ചീപ്പ് ചാടിക്കാതെ മുട്ട പൊട്ടും. ഓ ശരി മാഡം. ചാച്ചാ നമുക്ക് ഈ ജീപ്പ് മാറ്റിയിട്ട് താറെടുത്താലോ? താറ് വല്ല പിക്കപ്പോ ലോറി എടുക്കാൻ പറ കുഞ്ഞുവനെ. അതൊക്കെ ചാച്ചന് ഇഷ്ടം അല്ലേ ചാച്ചാ? ചാച്ചന് പട്ടാളക്കാരുടെ ജിപ്സിയാ ഇഷ്ടം അല്ലേ ചാച്ചാ? ചാച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദേ ക്രിസ്റ്റീനെ മുട്ട പൊട്ടിച്ചേക്കല്ലേ. അമ്മച്ചിയുടെ കയ്യിൽ നല്ല അടി വാങ്ങിക്കും. എന്റെ കയ്യിൽ നിന്നൊന്നും പൊട്ടില്ല. ആ ചാച്ചാ, ഈ വെള്ളിയാഴ്ച കുഞ്ഞുമോന് ടൂറാണേ. ഇത്തവണ എങ്ങോട്ടാ? മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി 3 ദിവസാ ചാച്ചാ. കഴിഞ്ഞ കൊല്ലവും അങ്ങോട്ടാ പോയത്. ഈടാ ഇവന്മാർക്ക് ഈ സ്ഥലങ്ങൾ മാത്രം അറിയത്തുള്ളൂ. എപ്പോഴും ഇങ്ങോട്ടൊക്കെ തന്നെയാണല്ലോ. ആന്നേ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോയാലോ? അത് കൊള്ളാം. ലാസ്റ്റ് മറക്കല്ലേ. എടാ ചാച്ച മറക്കൂടി. ഇല്ല. ആ ഇറങ്ങിക്കോ. ദേ മുട്ട പൊട്ടിച്ചേക്കല്ലേ. ഓ ശരി ഫാർമർ. ഇരട്ട പേര് എനിക്കും വീഴും. ബൈ. ഹലോ. എടാ മാത്യു ചേട്ടൻ പഴയ ഹവിൽദാറാ. ആർമി, ഇന്ത്യൻ ആർമി. ബോസ് പണി തുടങ്ങി കേട്ടോ. കണ്ടുപിടിക്ക്. ഹായ് മുതലാളി ആകെ എന്റെ ഉത്തരവാദിത്ത ബോധം. ജോസൂട്ടി ചേട്ടാ, ഗുഡ് മോർണിംഗ്.
പക്കടോ. ക്രിസ്റ്റോ ബേട്ടാ കോളേജിൽ പോവാർക്കും. അല്ല, സിനിമയ്ക്ക് പോവുക. സിനിമക്കും ക്ലാസ് കട്ട് ചെയ്ത് നടക്കല്ലേ, നന്നായി പഠിക്കാൻ നോക്കൂ. എല്ലാവർക്കും ഇതേ പറയാനുള്ള. വന്നു വന്ന് ഇവന്റെ ഉപദേശം കേൾക്കണം. ആ കോളേജ് ബസ് നേരത്തെ വന്നല്ലോ. ആ ടോർസ് കാരണം മനുഷ്യന് നടക്കാനും മേലെന്നായി. ഇപ്പൊ അവരുടെ സമയമല്ലേ. നല്ല മധുരം കൂട്ടി ഒരു ചായ എടുത്തോ. എനിക്ക് ജോയിൻ കഴിച്ചു വരുമ്പോ ഷുഗർ തരും. അതാ റെഡിയായിരുന്നു. ഡിസ്പോസിബിൾ ഗ്ലാസ് ആണല്ലോ. എടാ യോസൂട്ടി, എന്തായാലും കൊറോണ വന്നോണ്ട് ഇവിടെ എല്ലാരും ഡിസ്പോസിബിൾ ഗ്ലാസ് സാനിറ്റൈസർ ഉപയോഗിച്ചു തുടങ്ങി. സ്റ്റേറ്റ്സിൽ ഞങ്ങൾക്ക് പണ്ടേ ശീലമാ. നാളെ കാണാം. ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. അച്ഛോ ഗുഡ് മോർണിംഗ്. തീപ്പെട്ടി വാച്ച് നോക്കണ്ട വെക്കച്ച, 5 മിനിറ്റ് ലേറ്റ്. ജോസൂട്ടി തടി കൂടാതെ നോക്കണം. എന്റെ ഒപ്പം നടക്കാൻ വാ. ബെസ്റ്റ്. അതിന് ഇവൻ ഈ ജീപ്പ് ഇറങ്ങിയിട്ട് സമയം കിട്ടണ്ട അച്ഛാ. എടാ പക്ഷേ ഈ ബാൻഡ് സെറ്റുകാരിപ്പോ കാണാനില്ലല്ലോ. ഇപ്പൊ പ്രാക്ടീസ് ഒന്നുമില്ലേ? അവന്മാർക്ക് പെയിന്റിംഗ് പണി കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിലല്ലേ റിഹേഴ്സൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സീസൺ അല്ലേ. ഈ പ്രാക്ടീസിന് സീസൺ? അയ്യോ പ്രാക്ടീസ് അല്ല, ഈ പെയിന്റിങ്ങിന് കാലാവസ്ഥ അനുസരിച്ച് ഞാൻ ടി വിയിൽ കാണാറുണ്ട് പരസ്യത്തില്. എടാ നമ്മുടെ ഷാജി അവിടെ പോയി. അവനോട്ടും പോയി. അവനെ ഞാനൊന്ന് അന്വേഷിച്ചെന്ന് പറയാം. അപ്പൊ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. വകച്ച നമ്മുടെ കുരിശുപള്ളിയുടെ പിരിവിന്റെ കാര്യത്തെ എന്റെ അച്ഛൻ ഞാൻ തരാം. അച്ഛൻ പോ. അത് മതി, അത് മതി. ഈ സോണിയച്ചിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു ശരിയാ. ആദ്യം ചിരിക്കും പിന്നെ പിരിക്കും. കുടംപുളി ഉണ്ടോടാ? പിന്നെ അരെ കുടംപുളിക്കാനാ ഹിന്ദിയിലെ പയ്യ കാക്കിലെ കുടംപുളി. സർ സാറേ കുളംപുളി. എടാ ഈ ആര് കളർ ചേർത്താണോടാ? ഒന്ന് പോവാ. ഇവിടെ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ചുമ്മാ ചോദിച്ചാടാ പോയി. ജോസൂട്ടി ഇതൊന്ന് കുറിച്ചേരെ. ശരി സാറേ. കുറിച്ചേക്കാനോ? ഇതൊന്ന് തിരിച്ചു കിട്ടുവോടാ? അപ്പന്റെ കാലം തൊട്ടുള്ള കച്ചവടം. പെൻഷൻ തീയതി എന്റെ ചന്തയിൽ പോക്കും. അത് ഈ പച്ചൻ സാറിന് തെറ്റേയല്ല. എന്റെ ഓർമ്മയില് ഈ ജംഗ്ഷനിൽ ആദ്യത്തെ പലർക്കിടെ കൊച്ചാക്കോച്ചന്റെ ഈ കട. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞോണ്ട് നിന്നെ പിടിച്ച് കടയിൽ നിർത്തി. അതുകൊണ്ട് തന്നെ നിന്റെ പഠിപ്പും പോയി. എടാ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ പടിഞ്ഞാറപ്പറമ്പിൽ നിന്നുള്ള ബോർഡ് വെച്ചതല്ലാതെ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടോ? എടാ മുട്ടിനെ കോർപ്പറേറ്റുകൾ സൂപ്പർ മാർക്കറ്റ് നടത്തി തകർക്കുക. ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യ്, ഈ കടയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടേ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങേ. പട കേരളത്തിൽ മാറാത്ത ഒന്നേ ഉള്ളൂ, ഈ ഓൾറെഡി ശബ്ദം. സാറേ നല്ല നെയ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. പച്ചയാണോടാ? പടക്കുന്ന കണ്ടില്ലേ? കഴിഞ്ഞ ആഴ്ച പിടിച്ചപ്പോഴായിരിക്കും. ഇത് വലുതാണല്ലോ. ഒന്ന് നോക്കിയേ. എത്രയുണ്ട്? 6200 ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, തല കൂട്ടി പകുതി കെട്ടിയതേ വീട്ടിൽ കൊടുത്തേ കേട്ടോ. ജോസൂട്ടി നല്ല നെയ്യുള്ള മത്തിയുണ്ട്. ഒരു 1.5 കിലോ വീട്ടിൽ കൊടുത്തേക്കട്ടെ. മുട്ടയുള്ളതാണോ? പിന്നല്ലാതെ. പിള്ളേർക്ക് മത്തിയ ഇഷ്ടം. വറുത്തു കൊടുത്ത ചോറുണ്ടോ? മത്തി ബെസ്റ്റ് അല്ലേ? ഒമേഗ 3 അത് ഫുൾ ഓഫ് ആന്റി ഓക്സിഡന്റ്. സാലറിയും പേഷ്യന്റ് സ്റ്റേറ്റ്സിന് എന്ത് ഡിമാൻഡ് എന്നറിയോ? ഒരു ചെറിയ ടിന്നിന് 10 അല്ല $5. ഇവിടെ ഇപ്പൊ 250 രൂപയ്ക്ക് 2 കിലോ മത്തി ലാഭമല്ലേ? എനിക്കെന്നറിയില്ല, ഇതിന്റെ ഉളുമ്പ് ഹോറിബിൾ, സഹിക്കാൻ പറ്റില്ല. സുമാരാ വീട്ടിൽ കൊടുത്തേക്കണം. ഭയ്യാ കൊടംപുളി. ഇതുപോലെ വേസ്റ്റ് വല്ല ഇവിടെ. എടാ ഇവിടെ വേസ്റ്റ് ബിൻ വെക്കാൻ മതി. അതൊക്കെ സ്റ്റേറ്റ്സിലെ വേസ്റ്റ് മാനേജ്മെന്റ്. നാളെ കാണാ. ഇപ്പൊ ഇടിച്ചതിലൂടാ
പോയോ ഓട്ടം പോലും തരികയില്ല. അതിന് വിളി ഓടാ ഇറങ്ങിയല്ലേ കളഞ്ഞു. ആ